പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യുമോ എന്ന് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കമന്റ് സെക്ഷനിൽ 60% ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു ക്രാഫ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഇതിന്റെ ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ്. എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം നമ്മൾ കൂടുതലും പൗച്ചാണ് ഉണ്ടാക്കുക. ഇതും ഒരു പൗച്ചാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ ഒരു പൗച്ചാണ് ഇത്. ഇപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അയ്യേ എന്താ ഇതിനെയാണോ ഇത്ര അടിപൊളി പറയുന്നതെന്നൊക്കെ തോന്നുമെങ്കിലും ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പൗച്ച് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ തോന്നിയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനായിട്ട് മറക്കില്ലല്ലോ അല്ലേ. ഞാൻ ഇത്രയും ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊരു പേടി എനിക്കുണ്ട്. എന്നാലും ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ, ഒരു ലൈക്കൊക്കെ തരണേ. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, ഏകദേശം ഒരേ സൈസുള്ള ബോട്ടിൽ എടുക്കണം. രണ്ട്, കുറച്ച് കട്ടിയുള്ള ബോട്ടിൽ എടുക്കണം. ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ആദ്യം കട്ടിയില്ലാത്ത ബോട്ടിലായിരുന്നു ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ സെന്ററിൽ കട്ട് ചെയ്തപ്പോൾ ഒരുമാതിരി ഏങ്കോണിച്ച് നിൽക്കുക. അപ്പൊ ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പൗച്ച് ഉണ്ടാക്കാം. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ട.